എല്ലാ മഴക്കാലത്തും പൂനൂർ പുഴ കര കവിയുക പതിവാണ്. ഈ പരിസ്ഥിതിയെ അതിജീവിക്കാനാണ് പുഴയോര മേഖലയായ പൂളക്കടവിലെ നിരവധി ആളുകൾ തൂണുകളിൽ വീടുകൾ നിർമ്മിച്ചത്. കോൺക്രീറ്റ് തൂണുകൾ നിർമ്മിച്ച ഈ വീടുകളിൽ മാത്രമാണ് വെള്ളം കയറാഞ്ഞത്. തുടർച്ചയായി പെയ്ത മഴയിൽ പൂനൂർ പുഴയുടെ തീരങ്ങളാകെ വെള്ളത്തിനടിയിലാണെങ്കിലും ചില പ്രതിരോധ മാർഗങ്ങളും ഇവിടെ കാണാൻ കഴിയും. നമ്മളിപ്പോൾ ഉള്ളത് പൂളക്കടവ് ഭാഗത്താണ്. പൂളക്കടവ് പ്രദേശം എന്നത് എല്ലാ മഴക്കാലത്തും വെള്ളം കയറുന്ന പ്രദേശമാണ്. അതിനാൽ തന്നെ ഇവിടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുണ്ടാക്കിയ പല ആളുകളുടെയും വീടിൻ്റെ ഒരു മാതൃക ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് തൂണിലാണ് വീടുകളാകെ പണിതിരിക്കുന്നത്. വെള്ളക്കയറ്റത്തിൻ്റെ പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടിയാണ് തൂണുകളിൽ വീട് പണിതിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന വീട് 2 നില വീടാണ്. വളരെ താഴ്ന്ന ഒരു പ്രദേശമാണ്. അതായത് ഒരു 10ഓളം തൂണുകൾ, ഇത് തൂണിൻ്റെ ഒരു അരഭാഗത്തോളമാണ് ഏതാണ്ട് വെള്ളം ഉയർന്നത്. ഇതിന് സമീപത്ത് തന്നെയായ മറ്റൊരു വീട് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇവിടെ കാണുന്ന ഈ വീടും പൂർണ്ണമായും തൂണുകളിൽ തന്നെയാണ് പണിതിരിക്കുന്നത്. വീടുകളിലേക്ക് കയറാൻ തന്നെ ഒരു സ്റ്റെപ്പ് വെച്ചിരിക്കുകയാണ്. ബാക്കിയെല്ലാം തൂണുകളിലായതിനാൽ ഈ വീടിൻ്റെ ഉള്ളിലേക്കോ മറ്റു പ്രദേശത്തേക്കോ ഒരു ഭാഗത്തേക്കും വെള്ളം കയറിയിട്ടില്ല. പൂർണ്ണമായും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്ന ഒരവസ്ഥയാണുള്ളത്. എന്തായാലും ഈ വീടിന് എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടോ മറ്റു പ്രയാസങ്ങളോ ഇല്ല. പൂനൂർ പുഴയുടെ തീരത്തുള്ള താഴ്ന്ന പ്രദേശത്താണ് ഇത്തരത്തിലുള്ള വീടുകൾ പണിതിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ അത്യാവശ്യം സാമാന്യം വലിയ ഒരു വീടും ഉണ്ട്. ഇതും സ്ഥിരമായി വെള്ളം കയറുന്ന പ്രദേശമായതിനാൽ തൂണിലാണ് പണിതിരിക്കുന്നത്. അങ്ങനെ വീടിനോ അതുപോലെ തന്നെ വീട്ടിലെ ഉപകരണങ്ങൾക്കോ മറ്റെന്തെങ്കിലും പ്രയാസമോ നാശനഷ്ടമോ ഉണ്ടാവാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള വീടുകൾ ഇവിടെ പണിതിരിക്കുന്നത്. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ല, ഒരു വേറെ രീതിയിലാണ് നമ്മൾ ഹൈറ്റ് കൂട്ടിയിട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഒരു ലെവല് വരും, ആ ലെവലിൻ്റെ മേലോട്ട് വരുന്നില്ല എന്നുള്ള ലെവലിലാണ് ആ ലെവലിൽ പൊന്തിച്ച് ചെയ്യുന്നത്. ഇവിടെ കാലങ്ങളായിട്ട് വെള്ളം വരുന്നതുകൊണ്ട് ആ ലാവലിലാണ് ചെയ്തത് ഇത്രയും കാലമായിട്ട്. മഴക്കാലത്തുണ്ടാകുന്ന ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി വീടിൻ്റെ നിർമ്മാണത്തിൽ തന്നെ ഒരു പുതിയ മാതൃകയാണ് ഇവർ സൃഷ്ടിച്ചിരിക്കുന്നത്. KC ജിജീഷിനൊപ്പം KT വിബീഷ്, മീഡിയ 1, കോഴിക്കോട്.